പെട്ടിമുടി ദുരന്തത്തിലൂടെ ശ്രദ്ധേയയായ നായ കുവി വെള്ളിത്തിരയിലും. നജസ് എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായാണ് കുവി എത്തുന്നത്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ നജസ് 30-ന് തിയേറ്ററുകളിലെത്തും. 2020 ഓഗസ്റ്റ് 6 പെട്ടിമുടി ദുരന്തം. ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ പൊട്ടിയ ഉരുളിൽ ഒലിച്ചിറങ്ങിയ കല്ലും മണ്ണും മരങ്ങളും പതിച്ചത് തൊഴിലാളികൾ താമസിച്ച ലയങ്ങൾക്ക് മേലെ. നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. പെട്ടിമുടിയിലെ ദുരന്തമുഖത്ത് രാവന്തിയോളം ഒരു നായ പരതിക്കൊണ്ടേയിരുന്നു. തന്റെ കളിക്കൂട്ടുകാരി ധനുഷ്കയെയും കുടുംബത്തെയും. ചെളിയിൽ പുതഞ്ഞ് പൊന്തുനിന്ന ധനുഷ്കയുടെ കൈ കണ്ടെത്തിയതും പരിഭ്രാന്തയായി കുരച്ച് രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്കെത്തിച്ചതും ആ നായയായിരുന്നു കുവി. പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയ കുവി. ആ കുവി ഇന്ന് വെള്ളിത്തിരയിലെത്തിയിരിക്കുന്നു. ഒരു സിനിമയിലെ കഥാപാത്രമായി. ശ്രീജിത്ത് പൊയിൽക്കാവ് രചനയും സംവിധാനവും നിർവഹിച്ച നജസ് എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് കുവി. യാ അല്ലാഹ് അല്ലാഹു അല്ലാഹ് റഹീമേ ഇലാഹി നിങ്ങൾ എന്റെ ചെമ്പായിനെ കണ്ടിനാ? നിങ്ങളുടെ ചെമ്പായിന്ന പുന്നാര പേരൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം പണ്ഡിതനും നായയും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥ പറയുന്ന സിനിമയിലാണ് കുവി കഥാപാത്രമാകുന്നത്. മെയ് 30-ന് റിലീസ് ചെയ്യുന്ന നജസിന്റെ കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിലും അണിയറ പ്രവർത്തകർക്കൊപ്പം കസേരയിൽ കുവിയുമുണ്ടായിരുന്നു. കുവി എന്ന നമ്മളുടെ ഹീറോയിന്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ പടത്തിന്റെ ഔട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിമനോഹരമായിട്ടാണ് കുവി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം ഉസ്താദായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അപ്പോ അറിയാലോ, നമുക്ക് ഒരു മുസ്ലിം ഉസ്താദ് ഒരു നായയെ എടുത്തു വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹം ഫേസ് ചെയ്യുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ കാതൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നു, അദ്ദേഹത്തിനെ മദ്രസയിൽ നിന്ന് പുറത്താക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിനെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. കാരണം നജസ് എന്ന് പറയുന്നത് ഹറാം എന്നാണ് അർത്ഥം. അപ്പൊ നായ ഒരു ഹറാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹറാമല്ല. കാരണം എന്താന്ന് വെച്ചാല് നായയുടെ സ്രവമാണ് ഹറാമായിട്ടുള്ളത്. നായ ഒരിക്കലും ഹറാമല്ല. അപ്പോ ഒരുപാട് ചോദ്യങ്ങള് ഈ ഒരു ചിത്രം പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തുന്നുണ്ട്. ചിത്രീകരണത്തിന് മുന്നോടിയായി 4 മാസത്തോളം കുവിക്ക് പരിശീലനം നൽകിയിരുന്നു. നായകൻ കൈലാഷിനൊപ്പം മികച്ച പ്രകടനമാണ് കുവിയും കാഴ്ചവെച്ചതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും നജസ് ഇതിനോടകം നേടിക്കഴിഞ്ഞു. സജിത മഠത്തിൽ, കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ, ടിപ്റ്റോ വിൽസൺ, മനോജ് ഗോവിന്ദൻ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. നീ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആളല്ല, കേട്ടാ? നിനക്ക് താങ്ങായും തണലായും ഞാൻ ഉണ്ടായിട്ടുണ്ട്. നീ വിളിക്കുന്ന തമ്പുരാനെന്നല്ലേ? 5 നേരം തൊട്ട് നീ നിസ്കരിക്കുന്നതും 5 നേരത്തെ പൂജയും എല്ലാം ഒന്നല്ലേ? മെയ് 30-ന് നജസ് പ്രേക്ഷകരിലേക്കെത്തും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.